കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിന് ഇരയായവർക്ക് പണം ലഭിക്കാൻ വഴിയൊരുങ്ങുന്നു. ഇഡി കണ്ടുകെട്ടിയ സ്വത്തിൽ നിന്ന് പണം നൽകും. കോടതിയിൽ രേഖകൾ സഹിതം അപേക്ഷ നൽകിയാൽ പണം തിരികെ ലഭിക്കും. അനുകൂല നിലപാടെടുക്കാൻ ഇഡിക്ക് ധനമന്ത്രാലയം നിർദ്ദേശം നൽകി. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീകാന്ത്, എന്താണ് ധനമന്ത്രാലയത്തിന്റെ നിർദ്ദേശം? എന്താണ് തുടർ നടപടികളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? കരുവന്നൂരിൽ പണം നഷ്ടമായ സാധാരണക്കാരായ നിക്ഷേപകർക്ക് വലിയൊരളവ് ആശ്വാസം നൽകുന്ന തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ പണം നഷ്ടമായവർക്ക് അത് തിരികെ ലഭിക്കുന്നതിനുള്ള വഴിയൊരുങ്ങുന്നു എന്ന് മനസ്സിലാകുന്നു. പണം നഷ്ടമായവർക്ക് PMLA സ്പെഷ്യൽ കോടതി വഴി പണം തിരികെ ലഭിക്കുന്നതിന് വേണ്ടി അപേക്ഷിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. രേഖകൾ സഹിതമാണ് അപേക്ഷ നൽകേണ്ടത്. അതായത് ഈ നിക്ഷേപിച്ചതിന്റെ രേഖകൾ അടക്കമുള്ളവയുമായി ഈ അപേക്ഷ PMLA കോടതിയിൽ നൽകാം. PMLA കോടതി നിർദ്ദേശിക്കുന്നതിനനുസരിച്ച് ഇഡിക്ക് മുൻപിലേക്ക് ഇവർക്ക് എത്തുകയും ചെയ്യാം. ഈ രേഖകൾ സഹിതം നൽകുന്ന അപേക്ഷയിൽ അനുകൂല നിലപാടെടുക്കാൻ ഇഡിക്ക് ഇപ്പോൾ ധനമന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇഡി കണ്ടുകെട്ടിയ സ്വത്തിൽ നിന്നും ഇവർക്ക് പണം നൽകാനാണ് നിലവിൽ തീരുമാനമെടുത്തിട്ടുള്ളത്. സാധാരണക്കാരായ നിക്ഷേപകർക്ക് പണം തിരികെ ലഭിക്കുന്ന രീതിയിലാണ് നടപടി. ആര് രേഖകൾ സഹിതം PMLA കോടതി സ്പെഷ്യൽ കോടതിയിലെത്തി അവിടെ നിന്നും അനുമതിയുമായി ഇഡിയെ സമീപിക്കുന്നുവോ അവർക്ക് കൃത്യമായ രീതിയിൽ ഈ കണ്ടുകെട്ടിയ തുകയിൽ നിന്നും പണം തിരികെ നൽകാനാണ് നിലവിലെ തീരുമാനം. വലിയൊരളവ് ആശ്വാസം നൽകുന്നതാണ് നടപടിയെന്ന് വ്യക്തമാകുന്നുണ്ട്. ഇഡി ഓഫീസിനെ ഏതെങ്കിലും തരത്തിൽ തുടർന്നുള്ള നടപടിക്രമങ്ങൾക്ക് ആർക്കാണെങ്കിലും സംശയമോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസുമായി ബന്ധപ്പെടാവുന്നതുമാണ്. ശരി, ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.